ചോദ്യോത്തരവേളയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരോക്ഷമായി ഒന്ന് പരാമർശിക്കുന്നു മന്ത്രി വീണ ജോർജ്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പ് എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ശിശു ജനന മരണനിരക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. ശരി സൈഫ, ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഈ പെൺകുട്ടിയോട് അബോർഷന് വേണ്ടി നിർബന്ധിക്കുന്ന, അവരെ വിരട്ടുന്ന, അതിന്റെ പേരിൽ ഇപ്പോൾ പുറത്ത് നിൽക്കേണ്ടി വരുന്ന ആൾ, അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ നിന്ന് കയറിയിട്ടില്ല, പക്ഷെ എന്നാലും ആ ചാൻസ് പരമാവധി പ്രയോജനപ്പെടുത്താനാണോ സർക്കാർ ശ്രമിക്കുന്നത്, കിട്ടുമ്പോഴൊക്കെ കുത്താൻ? അതെ, ഉറപ്പായിട്ടും നിഷാദ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോഴും ഇനി 11 ദിവസമാണ് സഭാ സമ്മേളനം ഉള്ളത്. കിട്ടുന്ന വഴിക്കെല്ലാം ഇത് പറയാനുള്ള തീരുമാനം ഭരണപക്ഷം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ സൂചനയാണ് ആരോഗ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നത്. ജനന മരണ നിരക്കുമായി ബന്ധപ്പെട്ട് വിജിൻ MLA ആണ് ഒരു ചോദ്യം ആരോഗ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചത്. ശിശുമരണ നിരക്കിൽ അമേരിക്കയെക്കാളും കുറവല്ലേ കേരളത്തിൽ എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ കേട്ട മറുപടി. കുഞ്ഞുങ്ങളെ കൊല്ലുകയല്ല, സംരക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ചെയ്യുന്നത് എന്ന് പറയുക വഴി രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ തന്നെയുള്ള അറ്റാക്കായി നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭരണപക്ഷ ബെഞ്ചിൽ, ട്രഷറി ബെഞ്ചിൽ നിന്ന് കൈയടിച്ചാണ് ആൾക്കാർ അതിനെ ഏറ്റെടുത്തത്. അത് വരും ദിവസങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രതിപക്ഷത്തിനാണെങ്കിൽ ഇതിനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പുറം അതിനെ പ്രതിരോധിക്കാനും കഴിയില്ല. കാരണം ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞായിരിക്കും പ്രതിപക്ഷം പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങുക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് കൂടുതലായിട്ട് പഞ്ച് ഡയലോഗുകൾ നമുക്ക് കേൾക്കേണ്ടി വരും എന്ന് തോന്നുന്നു നിഷാദ്. ശരി, സൈഫാണ് വിവരങ്ങൾ നൽകിയത്.